മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. വായന മരിക്കുന്നു എന്ന് പൊതുവെ ഒരു ചർച്ച നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് ശരിയായ കാര്യം? പുതിയ ലോകത്ത്, ആധുനിക ലോകത്ത് തിരക്കുകൾക്കിടയിൽ വായിക്കുവാൻ സമയം കിട്ടുന്നില്ല എന്നാണ്. ഇവിടെ ഒരു ലൈബ്രറി, നവരാഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അമ്പഴച്ചാൽ, ആളുകൾക്കിടയിലേക്ക് പുസ്തകം എത്തിക്കുന്ന ലൈബ്രറിയുടെ ഭാരവാഹിയുമായി ഇന്ന് ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ കെ ശിവൻ അവർകളാണ്. അദ്ദേഹം റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കൂടാതെ പെൻഷനായതിനു ശേഷം സജീവമായ ഗ്രന്ഥശാല പ്രവർത്തകനാണ്. ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ അമ്പഴച്ചാൽ നവരാഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. വായനയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദ്യം, വളരെ സജീവമായ ഒരു ലൈബ്രറി പ്രവർത്തകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, പ്രത്യക്ഷമായി തന്നെ ഒരു ക്ലബിൻ്റെ അല്ലെങ്കിൽ ഒരു വായനശാലയുടെ സജീവ പ്രവർത്തകൻ, എങ്ങനെയാണ് പൊതുവെ വായന മരിക്കുന്നോ? ഇല്ല. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അവർക്ക് പുസ്തകം ലഭ്യമാകണം. വായനശാലയിലേക്ക് വന്നു പുസ്തകം എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അവർക്ക് ലഭ്യമായ പുസ്തകങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്താൽ അവർക്ക് കിട്ടുന്ന ആ ഒഴിവ് സമയത്ത് ആ പുസ്തകങ്ങൾ അവർ വായിക്കുന്നു. ആ വായിക്കുന്ന പുസ്തകത്തെ പറ്റിയുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു. പിന്നീട് ആ പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അവർ വ്യക്തിപരമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ചില ഹൈലൈറ്റുകൾ ആ പുസ്തകത്തിൽ മാർക്ക് ചെയ്യുന്നു. അങ്ങൊരു ലൈബ്രറിയുടെ പ്രവർത്തകനായിട്ട് വർഷങ്ങളേറെയായല്ലോ, ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. അത് സർവീസിലുള്ളപ്പോഴും അങ്ങ് ലൈബ്രറിയുടെ പ്രവർത്തകൻ തന്നെയായിരുന്നു. പക്ഷേ ഈ പുസ്തകം വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകാൻ എന്തായിരുന്നു കാരണം? അതിന് എന്നെ ഏറ്റവും പ്രാപ്തനാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഗുരുതുല്യനായ അല്ലെങ്കിൽ ഗുരുവും കൂടി ആയിരുന്ന ശ്രീ കെ വാസ്കുട്ടൻ സാറ് സുഖമില്ലാതെ പെരുമ്പാവൂർ മകൻ്റെ വീട്ടിൽ വിശ്രമത്തിലിരിക്കുമ്പോൾ ഞാനും ബാലകൃഷ്ണൻ സാറും കൂടി അദ്ദേഹത്തെ സന്ദർശിക്കുകയും അന്നേരം വിശ്രമവേളയിൽ തൊട്ടടുത്ത ലൈബ്രറിയിലെ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ അദ്ദേഹത്തിന് പുസ്തകം ഒരു സഞ്ചിയിൽ എത്തിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് വാസ്കോട്ട സാറ് പറഞ്ഞു, ഈ പുസ്തകം ഇങ്ങനെ അടുത്ത ലൈബ്രറിയിൽ തരുന്നതാണ്, കുറേ ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം ഇത് തിരിച്ചു വാങ്ങിക്കൊണ്ടുപോകും, പകരം മറ്റൊരു പുസ്തകം തരും. ഇത് ശിവനും കൂടി വേണമെങ്കിൽ ഒന്ന് നടപ്പാക്കാം. പക്ഷേ ഞാൻ 2018-ലും 2019-ലൊന്നും ഈ പരിപാടി ആരംഭിച്ചില്ല. കൊറോണയുടെ കാലമാണത്. കൊറോണയുടെ കാലമാണ്. പിന്നെ കൊറോണ സജീവമായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അഭ്യർത്ഥന 2020 മാർച്ച് 24-ാം തീയതിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വന്നു, ഗ്രന്ഥശാല പ്രവർത്തകർ ആവശ്യമായ പുസ്തകങ്ങൾ ബന്ധപ്പെട്ട വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വരുന്നു. തൊട്ടു പിന്നാലെ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അറിയിപ്പ്, അന്നത്തെ വി കെ മധു സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അറിയിപ്പ് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2020 കോവിഡാണ് പശ്ചാത്തലം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം കോവിഡാണ്. കാരണം പുസ്തകം വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്നു. അതെ, കാരണം ആളുകൾ അങ്ങനെ ഒരു ജനസമ്പർക്കം ബോറടിച്ചിരിക്കുന്നു, എങ്ങും പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ 2020 ഏപ്രിൽ മാസം 11-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ 8 മണിക്ക് ലൈബ്രറിയിലുള്ള കുറേ പുസ്തകങ്ങളെടുത്ത് ഒരു ബാഗിലാക്കി ഈ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി ആരംഭമായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ വീടുകളുമായി ബന്ധപ്പെടുന്നോ അല്ലെങ്കിൽ വായനക്കാരെ ആ വീടുകളിൽ ഉണ്ടോ, അവർ വായനയ്ക്ക് അഭിരുചിയുള്ളവരാണോ, അവർ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊരു മുൻധാരണ ഇല്ല. യാതൊരു മുൻവിധിയില്ലാതെ നമ്മൾ പോകുന്നത്. പക്ഷെ എനിക്ക് ഈ അനുഭവം ഉണ്ട്. പക്ഷെ എങ്ങനെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? അല്ല, വീടുകളിൽ വെറുതെ ഇരുന്ന ബോറടിച്ചിരിക്കുന്ന വാസുകുട്ട സാറിന്റെ ഒരു അനുഭവം എൻ്റെ കൺമുന്നിലുണ്ട്.
2 വർഷം മുന്നേ നടന്ന സംഭവം. അപ്പോൾ വാസ്കോട്ട സാറിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്കോട്ട സാറിൻ്റെ ഒരു ഉപദേശം കൂടി എൻ്റെ ഓർമ്മയിലേക്ക് എത്തുകയും ഞാൻ അതനുസരിച്ച് വീടുകളിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പോകുന്നത്. ആദ്യ ദിവസം തന്നെ ഏതാണ്ട് 100-180ഓളം പുസ്തകങ്ങൾ ചിലവായി. 180ഓളം പുസ്തകം ചെല്ലുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും വീട് അടച്ചു പൂട്ടി ഇരിക്കുകയാണ്. എല്ലാവർക്കും പുസ്തകം വേണം. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 2-3 പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥ വന്നു. അപ്പൊ ഈ കൊടുക്കുന്ന പുസ്തകങ്ങൾ അപ്പോൾ തന്നെ രജിസ്റ്റർ എടുത്തിട്ടുണ്ടോ? രജിസ്റ്റർ എടുത്ത് നോട്ട്ബുക്ക് വാങ്ങി തയ്യാറായി 200 രൂപേൻ്റെ നോട്ട്ബുക്ക് തയ്യാറാക്കിയിട്ട് പേരെഴുതി ബുക്കിന്റെ നമ്പർ എഴുതി തീയതിയും വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ജോസ് സാറിന് പുസ്തകം തന്നു, KP ജോസ് എന്നുള്ള പേരെഴുതി 5765 ഒരു ബുക്ക് തന്നു. അത് സാധാരണ നമ്മൾ നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ എങ്ങനെയാണോ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്, അതിന്റെ രേഖകൾ സൂക്ഷിക്കുന്നത്, അതുപോലെ ഒരു രജിസ്റ്റർ ആണ്. ടെമ്പററി ആയിട്ട് ഒരു ബുക്കിൽ ആദ്യം അത് നോട്ട് ചെയ്യുന്നത്, തിരിച്ചു വരുമ്പോൾ രേഖപ്പെടുത്താനുള്ള കൊള്ളമുണ്ട്. പിന്നീട് പിറ്റേ ആഴ്ചയിലാണല്ലോ പിന്നെ നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ അമ്പഴച്ചാല് ലൈബ്രറിയിൽ നിന്ന് എൻ്റെ ബൈക്കിൽ ഈ പുസ്തകവും സഞ്ചിയായിട്ട് ഇറങ്ങി തിരിച്ചാൽ രാവിലെ 8 മണിക്ക് തിരിച്ചാൽ 11:30-11:45 എൻ്റെ ആ ഒരു ദിവസത്തെ ജേർണി കഴിയുമ്പോൾ ആ ഒരു ദൗത്യം പൂർത്തിയാകുമ്പോൾ ഏകദേശം എത്ര വീട് കവർ ചെയ്യും? ഏതാണ്ട് ആദ്യകാലത്ത് 100 ചില്ലാനും വീടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്പഴച്ചാല് മുതൽ നമുക്ക് മാങ്ങാപ്പാറ വരെയും, മാങ്ങാപ്പാറയിൽ നിന്ന് തിരിഞ്ഞ് ചാക്കൊഞ്ഞൻ്റെ ചെല്ലിയാമ്പാറയ്ക്ക് പോകില്ല. ഈ ചെല്ലിയാമ്പാറ വഴി നമ്മൾ മറ്റ് ലൈബ്രറിയുടെ പരിധിയിൽ നമ്മൾ പ്രവേശിച്ച് കൊടുക്കാറില്ല. ഇപ്പൊ കമ്പലയത്തിൽ നമുക്ക് പുസ്തകം നമുക്ക് പരിധി കാണ്ട്യാമ്പാറ പോകും. അമ്പഴച്ചാലിൽ നിന്ന് ചന്ദ്രപ്പാറ വഴി പോയി ചെല്ലിയാമ്പാറ എത്തിയല്ല മങ്ങാമ്പാറ എത്തി, മറ്റേ കോണിപ്പാട്ട് രാമേന്ദ്രൻ വഴി അമ്പഴച്ചാലിലെത്തി, രാജേഷിന്റെ പുത്തേകാരുടെ അവിടം വരെയും പോയി തിരിച്ച് ചളക്കുകുടി ആ ഭാഗം പുലിമല ഭാഗം അവിടം വരെയും പോയി തിരിച്ച് കാണ്ട്യാമ്പാറ കയറി കാണ്ട്യാമ്പാറ CK റോയിയുടെ വീടിന്റെ അവിടം വരെ തിരിച്ചു വന്ന് ഇരുട്ടുകാനം മിനി ടീച്ചറിന്റെ ആ ഭാഗം വരെ അവിടെ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു പോക്കിൽ 100-150 പുസ്തകം മിനിമം പോകുന്നുണ്ട്. അന്ന് 200ഓളം പുസ്തകങ്ങൾ കോവിഡ് കാലത്ത് പുസ്തകങ്ങൾ ആവശ്യക്കാർ കൂടുതലായിരുന്നു. ആഴ്ചയിൽ നമ്മൾ പോകുമായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 2 ആഴ്ചയിൽ ഒരിക്കലായി. കാരണം പള്ളിക്കൂടം തുറന്നു, ആളുകൾക്ക് പണിയായി, അവരുടെ ടൈം വളരെ കുറഞ്ഞു പോയി. എങ്കിലും ഒരു നിശ്ചിത വായനക്കാരെ നമ്മൾക്ക് ഇതിൽ കൂടി ആർജിക്കാനും കുറേയേറെ പുസ്തകങ്ങൾ നമ്മൾക്കിത് വിതരണം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിച്ചു. ആ സാധിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ദൈവോളം താലൂക്കിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഒരാൾ ഞാൻ തന്നെ ആയിരിക്കണം. അത് സമ്മതിച്ചു. ഞാൻ പറയുന്നത് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വായന ഈ ആളുകളിലേക്ക് പുസ്തകം ചെന്നപ്പോൾ ഈ വായിക്കാനുള്ള ഒരു അഭിരുചിയും താല്പര്യവും വർദ്ധിച്ചു എന്നാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് വായിച്ചിട്ട് തന്നെയാണോ പുസ്തകം തിരിച്ചേൽപ്പിക്കുന്നത്? ചിലത് വായിക്കും, ചിലത് ചിലപ്പോൾ പൂർണ്ണമാകില്ല. വായനയ്ക്കും ഒരു ചില ടൈം ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളിലെ സ്വാധീനമൊക്കെ നമ്മൾ സ്വാധീനിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷെ ഭാര്യ സീരിയൽ കാണുമ്പോൾ ഭർത്താവ് പുസ്തകം വായിക്കും. പൊതുവെ എങ്ങനെയാണ്, സ്ത്രീകളാണോ സ്ത്രീകളാണ് വായനക്കാർ കൂടുതൽ സ്ത്രീകളാണ്. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ്? നോവലാണോ, കവിതയാണോ? നോവലിനോടാണ് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് നോവലിനാണ് താല്പര്യങ്ങൾ. പിന്നെ ഞാൻ പുസ്തകം കൊടുക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശാസ്ത്ര ബുക്കുകൾ, ചരിത്ര പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചില വായിക്കേണ്ട പുസ്തകങ്ങൾ. ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ എഡ്വേർഡ് അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള ഒരു ബുക്ക്. അതൊരു ഇങ്ങനെ മഹാരാഷ്ട്രയിലെ ഒരു പ്രിൻസിപ്പളായിരുന്നു, സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. 1862 ഇറങ്ങിയ ഒരു ബുക്കാണ്. ആ ബുക്ക് വായിച്ചു പോലും സ്വാധീനിച്ച പുസ്തകമാണ് ആയിരിക്കാം. ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വന്നു, ഹൈലൈറ്റ് ചെയ്ത ഒരു കുഞ്ഞ്, 12ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്. എന്നുവെച്ചാൽ ആ പുസ്തകം ആ കുഞ്ഞിനെ അത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒന്നും കൂടി അത് വേണമെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഒരു പുസ്തകം തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വായിക്കുന്നവരുണ്ടാവും. പൊതുവെ നോവലുകളാണ് കൂടുതൽ. നോവലുകളാണ് കൂടുതൽ. ഈ നോവലുകളിൽ തന്നെ നമുക്ക് തരം തിരിക്കാവുന്ന, കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാവുന്ന എഴുത്തുകാരും പുസ്തകങ്ങളും ഉണ്ടല്ലോ. ആ കൂട്ടത്തില് ബഷീർ, ഒരു പഴയ തലമുറയിൽപ്പെട്ട ബഷീർ, തകഴി, കേശവദേവ് തുടങ്ങിയ ആ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ വായിക്കപ്പെടുന്നുണ്ടോ? ഇഷ്ടം പോലെ വായിക്കുന്നുണ്ട്. പിന്നെ ഏണിപ്പടികൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ബിജു ജോസഫ് സാർ വരെയും
അതിൻ്റെ അടിയിൽ ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ബിജു ജോസഫ് തോണക്കര അങ്ങനെ നല്ലൊരു വായനക്കാരനാണ്, ഞാൻ സാറിനറിയാം. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊരു ലോക്കൽ സ്ഥലം അല്ല, മാത്രമല്ല, അല്ല, നമ്മള് ഞാൻ പൊതുവേ പറഞ്ഞെന്ന് പൊതുവെ മാത്രമേ. ഒത്തിരി ആളുകൾ കാണും നമ്മുടെ ഏരിയ. ഈ ഒരു അമ്പഴച്ചാൽ മാത്രമല്ല, അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേറെ ഒത്തിരി ആളുകളെയും കൂടി കേന്ദ്രീകരിച്ചാണ്. അപ്പൊ നമ്മൾ മിനിമം ചില ആളുകൾ ഫോക്കസ് ചെയ്ത ചിലപ്പോൾ ആളുകൾ അറിയണമെന്നില്ല. മറയൂരുള്ള ഒരാൾ ഇത് കാണുന്ന ഒരാള് ഈ പറയുന്ന ആളുകളെ അറിയണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കുറെ കൂടി വൈഡ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഏണിപ്പടികൾ അദ്ദേഹം, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, അപ്പോൾ ഏണിപ്പടികൾ അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തെ ജീവിതവും ഈ കാലഘട്ടത്തെ ജീവിതവുമായി അദ്ദേഹം പൊരുത്തും. അദ്ദേഹം ഒരു മോഡേൺ തലമുറയുടെ ആളും കൂടിയാണ്, ആവട്ടെ, എന്നെ സംബന്ധിച്ചു. അപ്പോൾ അങ്ങനെ പഴയ എഴുത്തുകാരെ വായിക്കുന്നുണ്ട് പുതിയ തലമുറ ഉണ്ട്, അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ വായനാനുഭവങ്ങൾ ആരെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ? വായനാനുഭവങ്ങൾ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പിറ്റേ ആഴ്ച പുസ്തകം കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ പുസ്തകത്തെ പറ്റി എന്താണ് അഭിപ്രായം? സ്വാഭാവികമായിട്ടും ഞാൻ ഹ്രസ്വമായിട്ട് അതൊന്ന് ചോദിച്ച് ആരാഞ്ഞിരിക്കും. അതിപ്പോൾ ആരാച്ചാർ വായിച്ചിട്ടുള്ള അനുഭവമാണെങ്കിലും, ആരാച്ചാരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു 32 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താതെ പോകുന്ന ഒരു അനുഭവം കൂടി വായനക്കാരിലുണ്ട്. പലർക്കും അങ്ങനെ ഒരു അനുഭവം എൻ്റെ അടുത്ത് സൂചി. ഞാൻ ആ പുസ്തകത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആരാച്ചാര് എന്ന് പറയുന്ന ഒത്തിരിയേറെ വായിക്കപ്പെടുകയും വയലാർ അവാർഡ് കിട്ടുകയും, അതെ, 1912-ലാണ്, സോറി 2012-ലാണ് ആ പുസ്തകം പുറത്തിറങ്ങുന്നത്. 15-16 ആകുമ്പോഴത്തേക്ക് അതിന് വയലാർ അവാർഡ് കിട്ടുകയും വേറെ 2-3 പ്രധാനപ്പെട്ട അവാർഡുകൾ കിട്ടുകയും കേരളത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. സാമാന്യത്തിലേറെ വലിപ്പമുള്ളൊരു പുസ്തകമാണ്. അതെ, എന്നാലും ആളുകൾ ഒത്തിരി വായിക്കുന്നുണ്ട്. ഈ ലൈബ്രറിയിൽ നിന്ന് പോലും ആളുകൾ അത് എടുത്തുകൊണ്ട് പോയി വായിക്കുന്നു. പിന്നെ ധാരാളം. നമ്മൾ ഈ പുസ്തകം വീടുകളിൽ കൊടുത്ത സ്ത്രീ ജനങ്ങളുടെ അനുഭവം എന്താണ്? ഈ പുസ്തകത്തോട് സ്ത്രീ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു അങ്ങനെ ഒരു അത്ര ഉന്നത നിലവാരമുള്ള വായനക്കാർ നമുക്കില്ലല്ലോ. ഇല്ല. പ്രത്യേകിച്ച് വായനക്കാർക്ക്, സ്ത്രീ വായനക്കാർക്കൊക്കെ വലിയ ആവേശം പകരുന്ന ഒട്ടേറെ അനുഭവങ്ങൾ, സന്ദർഭങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനകത്ത് ഈ പ്രധാനമായിട്ട് ഈ മാരുതി പ്രസാദ് യാദവ് ഈ ചേതനയെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന രംഗമുണ്ട്. അവള് പ്രസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് താരതമ്യേന ഇരുട്ടുള്ളൊരു മുറിയിൽ വെച്ച് അപ്രതീക്ഷിതമായി അയാൾ പിന്നിൽ നിന്ന് വന്ന് അവളെ കടന്നു പിടിക്കുന്നുണ്ട്. അപ്പം ചാടി എഴുന്നേറ്റ് അയാളുടെ നേരെ ചിരിച്ചുകൊണ്ട് തൻ്റെ ദുപ്പട്ട മെല്ലെ തോളിൽ നിന്ന് ഊരി അതിൻ്റെ അടിയിൽ ഒരു കുരുക്കുണ്ടാക്കിയിട്ട് അയാളെ വശ്യമായി ചിരിച്ചു കാണിച്ചുകൊണ്ട് തന്നെ അയാളെ സൂത്രത്തിൽ പറ്റിച്ചുകൊണ്ട് അയാളുടെ കഴുത്തിലേക്ക് ആ കുടുക്ക് എറിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ തല ജനലിൻ്റെ ഏറ്റവും മോളിലുള്ള അടിയിലൂടെ പിടിച്ചിട്ട് വലിക്കുന്നുണ്ട്. അയാൾ 2 പെരുവിരലിൽ നിന്ന് പൊങ്ങുന്നുണ്ട്. അയാളുടെ നാവ് വല്ലാതെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആവേശകരമായ, ഒരുപക്ഷെ മാതൃകാപരമായ ഒട്ടേറെ സന്ദർഭം വിശദീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, ധാരാളമുണ്ടായി. അവസാനം അവൾക്ക് അപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവൾ ജയിലിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗത്തും, അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി അവളോട് ആ പോലീസ് ഓഫീസർ അപമര്യാദയായി പെരുമാറുന്ന രംഗങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി ഒത്തിരി മാതൃകാപരമാണ്. അത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ബൃഹത്തായ പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്. ഓടയിൽ നിന്ന് പോലുള്ള പുസ്തകങ്ങളോ? ഓടയിൽ നിന്ന് വളരെ സിമ്പിൾ ബുക്കല്ലേ, ചെറുതാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ബൃഹത്തായ പുസ്തകം ചോദിച്ചിട്ട് പെട്ടെന്ന് ചെറിയ ബുക്കാണ്, 80 പേജുള്ള ബുക്ക്. അതെ, അത് വായിക്കുന്നുണ്ട്. പിന്നെ ഓടയിൽ നിന്നൊക്കെ നല്ല ഓട്ടമുള്ള ബുക്കല്ലേ, നല്ല ബുക്കാണ്. അങ്ങനെയാണെങ്കിൽ ബാല്യകാലസഖി അതുപോലെ ചെറിയ ബുക്കാണ്. ബാല്യകാലസഖി 45 പേജോ 50-51 പേജല്ലേ ഉള്ളൂ. അത് ബഷീറിന്റെ ബുക്കില് 2-3 കഥകൾ ചേർന്നാണ് ആ ബുക്ക്, അല്ലാണ്ട് സിംഗിൾ ബുക്കായിട്ടല്ല. ബാല്യകാലസഖി വലിയ ബുക്കുകളിൽ സിംഗിളായിട്ടുണ്ട്. ബാല്യകാലസഖി കിട്ടാനുണ്ട്. അതുപോലെ ബഷീറിന്റെ കൃതികളിൽ 2-3 ബുക്കുകളുടെ ഒരു കളക്ഷനാണ്. ഓക്കെ, അത് ആ കളക്ഷനായിട്ടും അത് കിട്ടാനില്ല. ശരി, ഞാൻ ചോദിക്കാൻ വരുന്നത്, അപ്പോൾ ഈ ബഷീർ, തകഴി, കേശവദേവ്, ഇവരുടെ അതുപോലെ അന്നത്തെ കാലത്ത് ഉറൂബ് പോലുള്ള എഴുത്തുകാർ, ഈ എഴുത്തുകാരിൽ കൂടുതൽ വായിക്കപ്പെടുന്നത് ബഷീറായിരിക്കും. ബഷീറാണ്. അതല്ലേ? ബഷീറിന്റെ എഴുത്തുകളോട് തകഴിയും വായിക്കപ്പെടുന്നത്. ഏണിപ്പടികൾ വായിക്കുന്ന കൂട്ടത്തിൽ 2 ചെമ്മീനൊക്കെ വായിക്കും. ഏണിപ്പടികള് തീർച്ചയായിട്ടും വായിക്കും. ഒരു
അതിൻ്റെ ഒരു പേര് ബലൂൺ കിട്ടും. പോലുള്ള ഉം. നോവലുകൾ ഒക്കെ വായിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുറേ കവിതാ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഇരിപ്പുണ്ടല്ലോ. ഈ കവിതാ പുസ്തകങ്ങളോട് ആർക്കും താല്പര്യമില്ല അല്ലേ? പൊതുവേ താല്പര്യം കുറവാണ്. വായിക്കുന്നുണ്ടോ ആരെങ്കിലും? വായന എന്ന് വെച്ചാൽ താല്പര്യം കുറവാണ്. സാറ് എടുത്തുകൊണ്ട് പോയി വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ കവിത എടുക്കാൻ അതില് ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ആളല്ലെങ്കിലും ഭൂമിക്ക് ഒരു ചരമഗീതം എന്നുള്ള വയൻവയുടെ ബുക്കുണ്ടല്ലോ, അത് ചോദിച്ച കുഞ്ഞുങ്ങളുണ്ട്. ചോദിച്ച കുഞ്ഞുങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു കവിത മലയാളത്തിലെ പാരിസ്ഥിതിക കവിതകളിൽ ആ. ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നാണ്. ആ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉള്ളതും, ഭൂമിക്കൊരു ചരമഗീതം. അപ്പോൾ അത് അവാർഡ് കിട്ടിയ പുസ്തകമാണ്. മലയാളത്തിൽ ഈ പാരിസ്ഥിതിക കവിതകൾ ധാരാളമായി ഉണ്ടെങ്കിലും ഇത്ര ഏറെ പ്രസിദ്ധമായ കവിതകൾ ഇപ്പോൾ ബാലചന്ദ്രൻ ഇഞ്ചക്കാടിൻ്റെ ഇനി വരുമൊരു തലമുറയ്ക്ക് അങ്ങനെയുള്ള ചിലതൊക്കെ മാറ്റി നിർത്തിയാൽ അത് വളരെ ജനകീയമായതുകൊണ്ടാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഇതെൻ്റെയും നിന്റെയും ചർമ്മ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കവിതയാണ്. അപ്പോൾ ആ കവിതയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ പുസ്തകം ആയിരിക്കാം വാങ്ങുന്നത്. വനു സാറിൻ്റെ കവിതയ്ക്ക് കുറെ കൂടി ഒരു സംവേദനക്ഷമതയുള്ള കവിതയും കൂടിയാണല്ലോ, അതുകൊണ്ടും കൂടിയായിരിക്കും. ഇങ്ങനെ പോകുമ്പോൾ എന്താണ് ഈ വായനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ബഷീർ അനുസ്മരണം ലൈബ്രറിയുടെ കീഴിൽ കുടുംബശ്രീയിൽ നടത്തിയല്ലോ ഇല്ലേ? അതെ, ഗംഭീരമായിട്ട്. അതെന്തായിരുന്നു അതിൻ്റെ അനുഭവം? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, അടുത്ത ജോസാറിന്റെ ക്ലാസ് എന്ന് എവിടെയാണ്, അമ്പഴച്ചാലിലാണോ എവിടെയാണോ എന്നോട് പറയണമെന്ന് പറഞ്ഞ വനിതകളുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു വന്നത് ഈ എന്തായിരുന്നു അതിന് ഈ ഈ കുടുംബശ്രീക്കാർക്ക് ബഷീറിനെ അനുസ്മരിച്ചൊരു ക്ലാസ് വേണമെന്ന് അവർ ലൈബ്രറിയുടെ ഭാരവാഹികളോട് ആവശ്യപ്പെട്ട് നടത്തിയ ഒരു ക്ലാസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അങ്ങനെ. എന്താണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്? അതിന് പ്രേരിപ്പിച്ച തലേ ക്ലാസ് നമ്മുടെ വയലാർ അനുസ്മരണം. വയലാറിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ വയലാറിനെ മാത്രമല്ലല്ലോ പറയുന്നേ, തീർച്ചയായിട്ടും സമകാലീന രാഷ്ട്രീയവും വയലാറിന്റെ രാഷ്ട്രീയവും വയലാറിന്റെ അതെല്ലാം കൂടെ വരുന്നതാണല്ലോ. തീർച്ചയായിട്ടും ആ ക്ലാസ് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കുടുംബശ്രീയിലെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് 2-3 കുടുംബശ്രീക്കാരുണ്ട്. ആ 3 കുടുംബശ്രീക്കാരൊക്കെ ജോസാറിന്റെ ക്ലാസ് അവിടെ കേട്ടു. ഇത് ഞങ്ങൾക്കും കേൾക്കണം. അല്ല, പലയിടങ്ങളിലും ഈ ആളുകളെ വിളിച്ചുകൂട്ടി പല ലൈബ്രറിയിൽ ആളുകൾ കൂടാനില്ല. എത്ര ശ്രമിച്ചാലും ഇത്തരം സാഹിത്യ ക്ലാസ്സുകൾക്ക് ആളുകൾ കൂടുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ലൈബ്രറിയുടെ ഭാരവാഹികളോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ക്ലാസ് എടുക്കുന്ന ആളെ വിട്, അതിനപ്പുറത്ത് ഈ പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു സ്വാധീനം അതിനകത്തില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലേ? ഇല്ലെങ്കിൽ അവര് നമുക്ക് ഒരു ബന്ധമില്ലല്ലോ ഇവര് തമ്മില്. അതെ, ഞാൻ ഈ പുസ്തകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടത്തുന്നതിന് എനിക്കൊരു ലേശം സാമ്പത്തികം തരണം, അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറിയായിട്ടുള്ള ഒരു ഗ്രന്ഥലോകത്തിന്റെ വരിക്കാരനാകണം എന്ന് പറഞ്ഞാൽ എനിക്ക് 15 ഗ്രന്ഥലോകമാണ് ഞാൻ ചേർക്കേണ്ടത്. MSc ലൈബ്രറി അതിപ്പോൾ BA മാറിയിരുന്നു. പക്ഷെ അങ്ങനെ വന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ 15 ഗ്രന്ഥലോകം എന്ന് വെച്ചാൽ ഞാൻ 1.5 മണിക്കൂർ 1 മണിക്കൂർ കയറി അവർ റിസിപ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ 15 ഗ്രന്ഥലോകവും വിൽപ്പന കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ വരിക്കാരായി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അത് നമുക്കൊരു വിപുലമായ ബന്ധങ്ങളുള്ളതുകൊണ്ട് വിപുലമായ ബന്ധങ്ങൾ നമുക്ക് വായനക്കാരുമായി ഉള്ളതുകൊണ്ടാണ്. ഈ വായനക്കാരുടെ കൂട്ടായ്മ എന്തുകൊണ്ടാണ് ലൈബ്രറിയിൽ ചേരാൻ കഴിയാത്തത്? ഈ വായനക്കാരുടെ ഒരു കൂട്ടായ്മ വേണ്ടേ? വായനക്കാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വരുന്നു, മക്കളാകുന്നു, കൊച്ചുമക്കളാകുന്നു. അല്ല, വായനക്കാരുടെ ഒരു കൂട്ടായ്മ കൂടിയായിരുന്നല്ലോ ഒരർത്ഥത്തിൽ നമ്മുടെ ഈ കുടുംബശ്രീക്കാർ ഒത്തുകൂടിയത്. ഇടയ്ക്കിടയ്ക്ക് ഈ മാസം തോറും ലൈബ്രറിയിൽ പ്രോഗ്രാം നടത്തണമെന്ന നിബന്ധനയില്ലേ? ഉണ്ട്. അത്തരം പരിപാടികളിലേക്ക് വരുന്നവരിലേറെയും ഈ വായന ഇപ്പൊ സാർ കൊണ്ടു നടന്നു കൊടുക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, ആ പുസ്തകങ്ങളുടെ വായനക്കാരാണോ? അല്ല, ആ വായനക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ആ വായനക്കാരെന്ന് വെച്ചാൽ കണ്ടേമ്പാറയുള്ളവരോ മാങ്ങാപ്പാറയുള്ളവരോ അമ്പഴത്തേൽ ലൈബ്രറിയിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് അതിന് പ്രായോഗികമായിട്ട് ചില ദൂരങ്ങളുണ്ട്, അതിൻ്റെ സമയക്ലിപ്തുണ്ട്. നമ്മൾ നടത്തുന്ന 4 മണിക്കോ 5 മണിക്കൊക്കെ ആയിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പിന്നെ അതിനല്ലേ നമ്മൾക്ക് മറ്റുള്ള യുവജനങ്ങളുടെ ബാലവേദിയുള്ള ലൈബ്രറിയിൽ വയോജന ക്ലബ്ബ് വയോജനങ്ങളുടെ പരിപാടി, ബാലവേദി പരിപാടി, ഒപ്പം ചില ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ വിളിച്ചുള്ള
അനുമോദന ചടങ്ങ്. ഈ വായനയോടും ലൈബ്രറി പ്രവർത്തനങ്ങളോട്, പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങളോട് ഒരു വിമുഖത പൊതുവെ ജനത്തിനുണ്ട്, അല്ലേ? ഉണ്ട്. അതിനെ എങ്ങനെയാണ് സാർ മറികടക്കുന്നത്? അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അർഹമായ സ്ഥാനമാനങ്ങൾ, അതെൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞ്, അത് നാട്ടിലുള്ള ഒരു പരിധിവരെ എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്താനോ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കാനോ ഒന്നും നമുക്ക് സാധിച്ചെന്നിരിക്കില്ല, ശരിയല്ലേ? അങ്ങനെ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഒരു നല്ലൊരു ശതമാനത്തെ ആളുകളുടെ പരമാവധി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിലോ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കൊടുത്ത കാര്യത്തിലൊക്കെ ഒരു പരിധിവരെ ഒരു എളിയ ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയിൽ കൊണ്ടായിരിക്കാം ഈ വായന കൊണ്ട് ഒരു സാമൂഹിക മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാര്യത്തിൽ സംശയമില്ല. റീഡിങ് മേക്സ് എ ഫുൾ മെൻ എന്നാണ് പറയുക, റീഡിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന കൊണ്ട് നമ്മുടെ ഒരു സാമൂഹിക പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാന കാലത്തൊക്കെ. ഇപ്പോൾ ആ വായന ഇല്ലാതാവുകയും ആ വായനയെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ശ്രമം അങ്ങ് നടത്തുമ്പോൾ അങ്ങയെ ചുറ്റിപ്പറ്റി ഈ കഴിയുന്ന ഒരു ജനസമൂഹത്തിന് ഒരു സാംസ്കാരികമായ പരിവർത്തനം ഉണ്ടാകുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചോട്ടെങ്കിൽ നമ്മളേക്കെയും വലിയ ബാഹ്യശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ അനുദിനം ഇടപെടുന്ന ബാഹ്യശക്തികൾ, മാഫിയ സംഘങ്ങൾ, ഇതെല്ലാം കൂടി അങ്ങനെ ആ അർത്ഥത്തിലല്ല, മാഫിയ സംഘങ്ങൾ എന്നുള്ളതല്ല. നമ്മളുടെ 80s 90s കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം കേട്ടാലും അതിനൊരു യുക്തിഭദ്രതയോടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുന്ന ജനവിഭാഗമുള്ള ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഈ 90s ശേഷം ഒരുപക്ഷെ അതിനൊക്കെ നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറയുന്നതെന്ന് എനിക്കറിയത് ഒരു ബാബറി മസ്ജിദിൻ്റെ ഒരു തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ അതുപോലെ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയൊക്കെ ആയിരിക്കും. ഞാൻ അന്താരാഷ്ട്ര കാര്യത്തിലേക്കൊന്നും വരികയല്ല, സെൻസർ ചെയ്ത് വേണമെങ്കിൽ സെൻസർ ചെയ്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എങ്കിൽ തന്നെ അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അവരുടെ ജീവിത വീക്ഷണത്തിൽ, ചിന്താഗതിയിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചില്ലേ? ഉണ്ട്, സംഭവിച്ചു. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ മാറ്റി, കുഞ്ഞുങ്ങളുടെ അറിവിൽ മാറി. ഈ വായന കൊണ്ട് മറികടക്കേണ്ട പലതും മറികടക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അങ്ങ് സൂചിപ്പിക്കുന്നത്? അതെ, കാരണം ആ രീതിയിലുള്ള ഒരു വായനയിലേക്ക് എത്തുന്നില്ലല്ലോ. അല്ലെ, വായന ഒരു വിശാലമായ മനസ്സിന് സംഭാവന ചെയ്യില്ലേ? വിശാലമായിട്ട് വായിക്കുന്നവരെ സംബന്ധിച്ചും അങ്ങനെയാണല്ലോ. വായിച്ചു കഴിയുമ്പോൾ നമ്മൾ യുക്തിയിൽ ചിന്തിക്കൂലോ, ഇല്ലേ? വായിക്കാത്തവന് അതിനെപ്പറ്റി നമുക്കറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇല്ലല്ലോ. അതിനെ അന്ധകാരം കൊണ്ട് മൂടാൻ കഴിയുന്നത് എപ്പോഴും അറിവാകുന്ന വെളിച്ചം അങ്ങോട്ട് ചെല്ലാതിരിക്കുമ്പോഴാണ്. അതെ, അപ്പോൾ ഈ അറിവ് വരികയും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ലോകം ഈ പറയുന്നത് പോലെ കുറെ കൂടി ചുരുങ്ങുകയും ചെറുതാവുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ഈ വായനയെ ഇല്ലാതാവുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നടത്തുന്ന ചില ശ്രമങ്ങൾ, പ്രത്യേകിച്ച് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചില ശ്രമങ്ങൾ, പുസ്തകങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ഒരു ഊർജം നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല 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 വായിക്കുന്നുണ്ട് ആളുകൾ. പിന്നെ എനിക്ക് എൻ്റെ ചില മറ്റു തിരക്കും കൊണ്ട് വരില്ല, അല്ലെങ്കിൽ നമുക്ക് പരമാവധി മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോകും. അത് നമുക്കൊരു റൂട്ടുണ്ട്, ആ റൂട്ട് അനുസരിച്ച് പോകും, ചെല്ലും. പുസ്തകം അവിടെ ഇല്ല എങ്കിൽ അത് ചെറിയിടും, പിന്നീട് ചെല്ലുമ്പോൾ വാങ്ങിക്കും. ലൈബ്രറിയിലെ മറ്റു പ്രവർത്തനങ്ങൾ പൊതുവേ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഏതാണ്ട് 22ഓളം പൊതുപരിപാടികൾ നടന്നു. റിപ്പബ്ലിക് സദസ്സൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്ന ഒരു സദസ്സ്. ഞാൻ വെറുതെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 10-50 പേരോ 100 പേരെയൊക്കെ കൂട്ടി ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അമ്പഴച്ചാലിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും തുച്ഛമായ ആളുകളെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു യാത്ര ഇപ്പണെന്നാണെങ്കിൽ 22 പേരോളം പങ്കെടുത്തു. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ലൈബ്രറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങിപ്പോൾ ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം കൂടിയാണല്ലോ. താലൂക്കിന്റെ വൈസ് പ്രസിഡന്റാണ്. മിക്കവാറും ഈ ഒരു താലൂക്കിൽ ഏതാണ്ട് എത്ര ലൈബ്രറി ഉണ്ടാവും? 43 ലൈബ്രറി. 43 ലൈബ്രറി. അതെല്ലാം എ ക്ലാസ് ലൈബ്രറികളാണ്? അല്ല, 2 എ ക്ലാസ് ലൈബ്രറി ഉള്ളൂ. അത് ഏതൊക്കെയാണ് താലൂക്കിൽ? ദേവികുളം നാഷണൽ ലൈബ്രറിയും ആനച്ചാൽ സംസ്കാരയും. അത് ശരി, ആനച്ചാൽ സംസ്കാരം. അപ്പൊ നമ്മള് ഈ ദേവുളത്തെ ശ്രീമൂലം ഒക്കെ? ശ്രീമൂലം ബിയിൽ എന്നാണ് എൻ്റെ അറിവ്. അതെ, എത്തിയില്ല എന്നാണ് എൻ്റെ അറിവ്.
അതൊക്കെ ഒത്തിരി പഴയ ആദ്യകാല പിന്നെ ലൈബ്രറിയാണ്. 915 ലൈബ്രറിയില്ലേ അത് ശരി. ശ്രീമൂലം അപ്പോൾ അടിമാലിലെ നാഷണൽ ലൈബ്രറി എയിലാണ് അല്ലേ? എ ഗ്രേഡാണ്. ഗ്രേഡ് അപ്പം ആനച്ചാൽ സംസ്കാരം സംസ്കാരം ഈ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം അടിമാലിയിൽ കുറേ പുസ്തകങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. ഉണ്ട്. ആളുകൾ വായിക്കുകയും കുറേ പുസ്തകങ്ങൾ എടുക്കുകയും നിരന്തരമായി ലൈബ്രറിയിൽ കുറഞ്ഞ പക്ഷമെങ്കിലും അങ്കുലി പരിമിതരായ ആളുകളെങ്കിലും ദിവസേന വരുന്നുണ്ട്. ഉണ്ട്. സംസ്കാരയിൽ അങ്ങനെ പുസ്തകം പോകുന്നുണ്ടോ? സംസ്കാരം പോകുന്നുണ്ട്. പുസ്തകം പോകുന്നുണ്ട്. ആളുകൾ വായിക്കുകയും ചെയ്യും. അടിമാലിക്ക് മറ്റൊരു പ്രത്യേകതയില്ലേ, അടിമാലിൽ ഒട്ടേറെ സർക്കാർ ഓഫീസുകളുള്ളതാണ്. ഒട്ടേറെ അടിമാലിക്കാരല്ലാത്ത ജീവനക്കാർ, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ വന്ന് താമസിക്കുന്നവരുണ്ട്. അവർ തിരുവനന്തപുരത്തുനിന്നോ കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നോ കോഴിക്കോട് നിന്നോ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ നല്ലൊരു ശതമാനം വായനക്കാരും ഇതുപോലുള്ള വായനക്കാരാണ് അടിമാലി നാഷണൽ ലൈബ്രറിയിൽ എത്തിച്ചേരുന്നത്. പ്രാദേശികമായിട്ടുള്ള വായനക്കാരിൽ കൂടുതലായിട്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞാൽ കാര്യമുണ്ട്. ഇതൊരു നഗരചത്തുരമാണ്. ഒപ്പം തന്നെ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെക്കാൾ ഉപരി മറ്റ് മേഖലകളിൽ നിന്ന് വരുന്നവർ, ഇടുക്കിക്കുള്ളതിനേക്കാൾ ഒരു വായനാ സംസ്കാരം ഇതര ജില്ലകൾക്കുണ്ട്. ഇനി പ്രത്യേകിച്ച് വടക്കുന്നൊക്കെ വരുന്ന ആളുകൾ ഇഷ്ടംപോലെ. അവരൊക്കെ നല്ല വായനക്കാർ, ചെറുപ്പം മുതൽ വായനയുടെ സംസ്കാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ്. അപ്പൊ അവർക്ക് പാരമ്പര്യമായി തന്നെ ഈ ഗുണമുണ്ട്. നമ്മളിൽ പലർക്കും ചിലപ്പോൾ അതില്ലാതെ പോയിട്ടുണ്ടാവാം. അത് പോട്ടെ. പക്ഷെ അങ്ങനെ ഇല്ലാതെ പോയ ഒരു തലമുറയിലേക്ക് ഇങ്ങനെ ഒരു വായനയെ കൊണ്ടുവരാൻ അമ്പഴച്ചാൽ നവരാഗ നിമിത്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അങ്ങനെ ഈ ഒരു ലൈബ്രറി പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേക്ക് അനുമോദനങ്ങളോ അതുപോലെ തന്നെ അങ്ങയെ ശ്ലാഘിച്ചുകൊണ്ടോ ഒക്കെ ജില്ലാ ലൈബ്രറിയോ അല്ലെങ്കിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലോ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു പരിപാടി, ഈ വളരെ മാതൃകാപരമായ ഒരു പരിപാടി ഈ തുടങ്ങിയിട്ട് നിർത്താതെ കൊണ്ടു നടക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞിട്ടും അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ഒരു ഡോക്യുമെൻ്ററിയോ ഒന്ന് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കുന്നുണ്ടാണ്? അതില്ല. ഞാൻ ഈ വായനാ മത്സരത്തിൻ്റെ അല്ലെങ്കിൽ വായനാ വസന്തം എന്നുള്ള പരിപാടി വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന സംസ്ഥാന സെക്രട്ടറി തൊടുപുഴയിൽ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് ഈ പരിപാടി അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ ലൈബ്രറിയിലുണ്ട്, അത് ഇത്ര നാളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനത് മുടക്കം കൂടാതെ തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. യാതൊരുവിധ പ്രതിഫലവും ലഭിക്കാറില്ല എനിക്ക്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതിഫലം ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ വായനക്കാരിൽ നിന്നോ യാതൊരു പ്രതിഫലവും നമ്മൾ വാങ്ങുന്നില്ല. നമ്മളിൽ നിന്നൊരു മെമ്പർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു മാത്രം. അതിൻ്റെ ഒരു മാസവരി വാങ്ങുന്നതെന്ന് വെച്ചാൽ അതിലുപരിയായിട്ട് യാതൊരുവിധ പ്രതിഫലവും ആ കാര്യത്തില്ല. കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ABC ലൈബ്രറികളിൽ ഈ വായനാ വസന്തം പരിപാടി അവതരിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നു. ആ നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 1 മുതലായിരുന്നു നടപ്പാക്കേണ്ടത്. ഞാൻ 2020 ഏപ്രിൽ 11 തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതിനൊരു 900 രൂപ അലവൻസ് അനുവദിച്ചു. അത് ലൈബ്രറിയന്മാർ കൊണ്ടേ നടത്തണം എന്നാണ്. ഞാനത് ആദ്യം ആരംഭിച്ചിട്ടുണ്ട് ലൈബ്രറിയന് വേണ്ടി. ആ പരിപാടി വീണ്ടും നമ്മുടെ ലൈബ്രറിയിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പത്രക്കാർ ഇത് ഏറ്റെടുക്കുകയും പത്രത്തിൽ വാർത്തയൊക്കെ വന്നിരുന്നു. അതൊരു നിസ്സാരമല്ല. ഇപ്പൊ 2-3 വർഷമായിരുന്നു അല്ലേ? 2022 എൻ്റെ ഓർമ്മ. പത്രത്തിൽ വാർത്ത വന്നിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടത്ര ഒരു ഹൈലൈറ്റ്സ് നമുക്ക് ലൈബ്രറി കൗൺസിലായാലും കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരിപാടി ഇനിയായാലും മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. ഞാനുള്ളിടത്തോളം കാലം, പറ്റുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകും. വായനക്കാർ നമ്മുടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി പുസ്തകം കൊടുത്തിട്ട് വായിക്കാൻ ആളില്ലെങ്കിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ വായനയുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴതിന്റെ വീടുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അധിക സമയം ഇനി അവശേഷിക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ഭാഷ ജീവനുള്ളതാണല്ലോ, അങ്ങേക്കറിയാമല്ലോ. അത് നിർജീവമായ ഒന്നല്ല. നമ്മളെപ്പോലെ തന്നെയാണ് ഭാഷയും. അത് ഇങ്ങനെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. ഓരോരോ കാര്യങ്ങളിൽ ഈ ഭാഷയുടെ സ്വഭാവത്തിൽ, ഭാഷയുടെ അവതരണത്തിൽ, ഭാഷയുടെ എഴുത്തിരീതി, അതിൻ്റെ ഭാവുകത്വം മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. അതിന് ജീവനുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, സ്ഥായിയായി നിൽക്കുന്നതല്ല. അതുകൊണ്ട് കാലങ്ങൾക്കനുസരിച്ച് ഭാഷ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പുതിയ ഭാവുകത്വത്തിൻ്റെ ഭാഷയാണ് ഇപ്പോൾ എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. കവിതാരംഗത്ത്, നോവൽ രംഗത്ത്, കഥാരംഗത്ത് ഒക്കെ അതെ. ആ പഴയ
ഭാവസാന്ദ്രമായ ഒരു ഭാഷയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കുറെ കൂടി ധ്വന്യാത്മകമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചില ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ഇത് മലയാള ഭാഷ തന്നെ മാറുന്നത്. അങ്ങനെയല്ല പറയുന്നത്. ഭാഷയിൽ ഉള്ളിലുണ്ടാകുന്ന അതിൻ്റെ ആന്തരികമായ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഭാഷാ പ്രയോഗത്തിൽ. അത് മാറാതിരിക്കാൻ പറ്റത്തില്ല, മാറിക്കൊണ്ടേയിരിക്കും. അത്തരം മാറ്റങ്ങൾ ഭാഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജെൻസി തലമുറ, പുതിയ തലമുറ ഈ വായനയെ എങ്ങനെയാണ് കാണുന്നത്? ജെൻസി തലമുറ നമ്മുടെ ബാലവേദി കുഞ്ഞുങ്ങൾക്കാണല്ലോ നമ്മൾ പുസ്തകം കൊടുക്കുന്നത്. അത് ഏപ്രിൽ മെയ് മാസത്തിലേ കൊടുക്കുന്നത് നമുക്ക് നമ്മൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ വായനാ കളരി എന്നുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. അവിടെ പരിപാടി ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുസ്തകം കൊടുക്കുന്നു. അവരതിൻ്റെ പിറ്റേ ആഴ്ച വരുമ്പോൾ ആ പുസ്തകം തിരിച്ചു കൊണ്ടുതരുന്നു. വായിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി ആസ്വാദനക്കുറിപ്പ് എഴുതുന്നു. അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്ന് വായനയുടെ ആസ്വാദനം നടക്കുന്നു, മറ്റൊന്ന് ആസ്വദിച്ചതിനെ സംബന്ധിച്ച് എഴുതുന്നു. കുട്ടിയുടെ എഴുത്ത് ശേഷി വർദ്ധിക്കുന്നു. അത് നിസ്സാര കാര്യമാണ്. കുട്ടിയുടെ എഴുത്ത് ശേഷി വർദ്ധിക്കുന്നു. കാരണം ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, അത് ആസ്വാദന തലത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിന്, അത് സർഗാത്മകമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വഴിതെളി അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പൊ ആ തരത്തിൽ പുതിയ ഭാവുകത്വത്തെ കുട്ടികൾക്ക് പുണരാനും അറിയാനും ഒക്കെ പറ്റുന്ന ഒരു അവസരവും കൂടിയാണത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുതിയ നമ്മുടെ ലൈബ്രറി പ്രവർത്തകർക്കിടയിൽ, നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ലൈബ്രറി പ്രവർത്തകർക്കിടയിൽ എങ്ങനെയാണ്? അങ്ങേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കതിന് ഫുൾ സപ്പോർട്ടാണല്ലോ. അതെ, നമ്മുടെ ഭാരവാഹികൾക്കെല്ലാവർക്കും അങ്ങനെയുള്ള സപ്പോർട്ടാണല്ലോ. ഇത് എൻ്റെ ലൈബ്രറി, ഞങ്ങളുടെ സെക്രട്ടറി എപ്പോഴും പറയും ഇങ്ങേരെ ലൈബ്രറി കൊണ്ട് ഇങ്ങേരെ പുസ്തകം കൊടുക്കുന്നു. അപ്പോൾ അങ്ങേരെ അടുത്ത് വേറെ ഒരു കമൻറ്റ് വന്ന് അങ്ങേർക്ക് പെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങേര് പറഞ്ഞ് പെൻഷൻ ഉള്ളതുകൊണ്ടൊന്നുമല്ല, ചെയ്യാനൊരു മനസ്സുണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കേരളം മുഴുവൻ വ്യാപിക്കണം, കേരളത്തിൽ മുഴുവൻ നടപ്പാക്കണം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിചാരിക്കുന്നു. പിന്നെ വേണ്ടേ, എല്ലായിടത്തും വേണം. അത് ഗ്രന്ഥശാല സംഘം തന്നെ ആ തീരുമാനത്തിലേക്ക് വരാൻ പോവാണ്. എല്ലാ ലൈബ്രറികളിലും വായനാ വസന്തം പരിപാടി എത്തണം. കുട്ടികൾ, നമ്മൾ വീട്ടിലിരിക്കുന്നവർ പോയി ലൈബ്രറിയിൽ വന്ന് പുസ്തകം എടുത്തു കൊണ്ടുപോകുന്നതിലുപരി ആയിട്ട് ഈ പുസ്തകങ്ങൾ ഇവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വായിക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വായനയുടെ ഒരു ലഹരിയുണ്ട്. വായന സത്യത്തിൽ ലഹരിയാണ്. അത് ആ ലഹരി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു തൂഫാനായി മാറും. അതായത് അതെന്ന് പറഞ്ഞാൽ അതിനെതിരെ നമുക്ക് മറ്റ് ലഹരികൾക്കെതിരെ വായനയുടെ ലഹരിയെ കൊണ്ടുവരാനും അതൊരു വലിയ ആയുധമായിട്ട് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും അല്ലേ? പുതിയ തീർച്ചയായിട്ടും. അത് മാത്രമല്ല സാറേ, എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള മലയാള അക്ഷരം തെറ്റുകൂടാതെ എഴുതാനും സാധിക്കും. അതൊക്കെ പിന്നെ തീർച്ചയായിട്ടും വായന ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കുട്ടികളിൽ ഒരു ബിഹേവിയർ ചേഞ്ച് ഇതിലൂടെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ബിഹേവിയർ ചേഞ്ച്, സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതിപ്പോ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ അങ്ങനെ വായന അത് മാറ്റം പിന്നെ മാറും. പിന്നെ വായന നമ്മൾ സദാചാര ബോധങ്ങൾ ഉണ്ടാക്കാനും കുട്ടികളിൽ സഭ്യമായ ജീവിതം ഉണ്ടാക്കാനും ഒക്കെ, സംസ്കാരം ഉണ്ടാക്കാനൊക്കെ അല്ലേ വായന. അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയവരും സ്വാധീനിക്കില്ലേ നമ്മള്? തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും സാധിക്കും. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതുമായി അങ്ങയുടെ ലൈബ്രറിയെ സംബന്ധിച്ചും വായനയെ സംബന്ധിച്ച് സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഈ പരിപാടിക്ക് സമയം തന്നതിനും പ്രിയപ്പെട്ട മീഡിയ നെറ്റിൻ്റെ ഭാരവാഹികൾക്കും പ്രിയ ജോസാറിനുള്ള എൻ്റെ അഗൈതമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ. ചർച്ച അവസാനിക്കുമ്പോൾ ഈ പദ്ധതി വിജയകരമായി തുടരുന്നു എന്നാണ് ശിവൻ സാർ പറയുന്നത്. ഇത് മാതൃകാപരമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കാൻ കഴിയുമത്രേ. അങ്ങനെയാണെങ്കിൽ കേരള ലൈബ്രറി കൗൺസിൽ ഈ മാതൃക സ്വീകരിച്ച് എല്ലാ ലൈബ്രറികളുടെ കീഴിലും ഇത് നടപ്പാക്കുമോ? അങ്ങനെയെങ്കിൽ എത്ര നന്നായിരുന്നു. നന്ദി, നമസ്കാരം.